ഞാൻ ഒരിക്കലും സംഘപരിവാറിൻ്റെ സഹയാത്രികനാകില്ല. സംഘപരിവാറിൻ്റെ ആശയങ്ങളോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പറയുന്നത് ബി അശോക് IAS ആണ്. കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ ബി അശോക് IAS അദ്ദേഹം സംഘപരിവാറിലേക്ക് പോകില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഉറപ്പ് നമുക്ക് മുഖവിലക്കെടുക്കാം. കേരളത്തിൽ IPS IAS ഉദ്യോഗസ്ഥർ സംഘപരിവാർ കൂടാരത്തിലെത്തിയത് നാം കണ്ടതാണ്. അവരും നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത് എന്നുകൂടി ഓർക്കുമ്പോഴാണ് ബി അശോകിൻ്റെ വാക്കുകൾ ചിലപ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാകില്ലേ എന്ന സംശയം ഉയരുന്നത്. ആദ്യം പോകില്ല എന്ന് പറയുകയും അവസാനം അവിടെ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്ന സ്ഥിതി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത എന്ന ഊഹമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബി അശോക് നേരത്തെ ഒരു ലേഖനം എഴുതിയിരുന്നു മലയാള മനോരമയിൽ. ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ബീഫ് അപകടകരം. ഈ ലേഖനം എഴുതുന്ന ഒരു സാഹചര്യമുണ്ട്. മഹാരാഷ്ട്രയിൽ ബീഫ് നിരോധിച്ച സമയത്താണ് ലേഖനം വരുന്നത്. ഉത്തരേന്ത്യയിൽ ബീഫ് കൈവശം വെച്ചു, ബീഫ് കടത്തി, ബീഫ് ഭക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തല്ലിക്കൊല്ലുന്ന സമയം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം DYFI അടക്കമുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ ബീഫ് ഫെസ്റ്റ് നടത്തുന്ന സമയം. ആ സമയത്താണ് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ കുത്തി നിറച്ചുകൊണ്ടുള്ള ബി അശോക് IASൻ്റെ ലേഖനം മനോരമയിൽ വരുന്നത്. ആ ലേഖനം പ്രേക്ഷകർക്ക് കാണാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. തലക്കെട്ട് തന്നെ ബീഫ് അപകടകരം എന്നാണ്. ആദ്യ പാരഗ്രാഫിൽ തന്നെയുണ്ട് എല്ലാം. എന്താണ് പറയുന്നത്? മഹാരാഷ്ട്രയിലെ ബീഫ് നിരോധനം രാഷ്ട്രീയം കലർന്നതാകാം. എന്നാൽ കഴിക്കാവുന്നതിൽ ഏറ്റവും അപകടകരമായ മാംസമാണ് ഗോമാംസം എന്നതിലൊരു സംശയവും വേണ്ട. ദിവസം ശരാശരി 50 ഗ്രാം ബീഫ് പോലും തുടർച്ചയായി ഭക്ഷിച്ചാൽ 6 മുതൽ 10 വരെ മാരക രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ കുറേയേറെ കാലമായി തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 10ഓളം രോഗങ്ങൾ ബീഫ് കഴിച്ചാൽ, ഗോമാംസം കഴിച്ചാൽ ഉണ്ടാകും എന്ന് പറയുകയാണ്. ആ 10ഓളം രോഗങ്ങളെക്കുറിച്ചാണ് ലേഖനത്തിൽ പറയുന്നത്. അതിൽ ക്യാൻസറുണ്ട്, നാഡീവ്യൂഹങ്ങളുടെ തകർച്ചയുണ്ട്, പ്രമേഹമുണ്ട്, അതോടൊപ്പം തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന രൂപത്തിൽ ഇരുമ്പ് കണികകൾ അടിഞ്ഞുകൂടും എന്നൊക്കെ പറയുന്നുണ്ട് ബി അശോക്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ 2ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഇരുമ്പ് കണികകൾ അടിഞ്ഞുകൂടി ക്രമേണ തലച്ചോർ പ്രവർത്തനരഹിതമാകുമെന്ന മറവി രോഗത്തിന് ബീഫുള്ള ഭക്ഷണം കാരണമാകുന്നതായി കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തി. ചില വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നാം കാണാറില്ലേ, ഇന്ന സർവകലാശാലയിലെ ഗവേഷകർ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാറുണ്ട്. അതുപോലെയാണ് ബി അശോകും ഇങ്ങനെ പറയുന്നത് എന്ന് വേണം കരുതാൻ. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്: MRI ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളിൽ നടത്തിയ പഠനങ്ങളിലാണ് ഗോമാംസം കൂടുതൽ ഭക്ഷിക്കുന്നവരിൽ ഇരുമ്പ് തലച്ചോറിൽ അടിഞ്ഞ് പ്രവർത്തനരഹിതമാവുന്നു എന്ന് കണ്ടെത്തിയത്. കൂടിയ അളവിൽ ഗോമാംസം കഴിക്കുന്നത് ഹൃദ്രോഗത്തിനും കാരണമാകുന്നു എന്നതും പഠനങ്ങളിൽ വ്യക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഖനത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഗോമാംസം കഴിച്ചാലുള്ള ദോഷങ്ങളെ കുറിച്ചാണ്. അവസാനം അദ്ദേഹം പറയുന്ന അവസാനത്തെ പാരഗ്രാഫ്: ബീഫ് അപ്പാടെ നിരോധിക്കണം എന്നല്ല ഈ കുറിപ്പിൻ്റെ താല്പര്യം. എന്നാൽ രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ കാരണത്താൽ മേള സംഘടിപ്പിച്ച് ബീഫിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ പുരോഗമന സംഘടനകൾ, DYFI അടക്കമുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ച് ഭക്ഷണം എന്ത് കഴിക്കണം എന്നത് വ്യക്തിയുടെ, പൗരൻ്റെ അവകാശമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ബീഫ് കഴിച്ചവരെ തല്ലിക്കൊല്ലുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ബി അശോക് ഇങ്ങനെ എഴുതുന്നത്. ബീഫ് അപ്പാടെ നിരോധിക്കണമെന്നല്ല ഈ കുറിപ്പിൻ്റെ താല്പര്യം. എന്നാൽ രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ കാരണത്താൽ മേള സംഘടിപ്പിച്ച് ബീഫിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മീനും ചിക്കനും മാംസത്തിന് ഏറെ ഭേദമാണ്. അവയെ കൂടുതൽ ആശ്രയിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എവിടേക്കാണ് ബി അശോക് നോക്കുന്നത്, എവിടേക്കാണ് ബി അശോക് എന്ന IASകാരൻ പോകുന്നത് എന്നത് ഇതോടുകൂടി, ഈ ലേഖനത്തോടു കൂടി വ്യക്തമാകുന്നുണ്ട്. അന്ന് ഇത് വലിയ ചർച്ചയായിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ സംശയം തോന്നിയപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇതൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്നുകൂടി ഓർക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: ബി അശോക് സംഘപരിവാർ കൂടാരത്തിലേക്ക് പോകില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം പോകാൻ സാധ്യത കോൺഗ്രസിൻ്റെ കൂടാരത്തിലേക്കായിരിക്കും എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കാരണം അടുത്തത് വരാനിരിക്കുന്നത് UDF സർക്കാർ ആണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കാര്യപ്പെട്ട പോസ്റ്റ് സർക്കാർ നൽകും എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാവി
നീക്കങ്ങൾക്ക് ഒരു ആശംസ ഇപ്പോഴേ നേരാം.